ഫൈനലി പോക്കോ F6ന്റെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. പോക്കോ F6 5G എന്ന് പറയുന്നത് പോക്കോയുടെ F സീരീസിലെ ഏറ്റവും പുതിയ എഡിഷൻ ആണ്. 2018ലാണ് F1 ഒക്കെ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതിന്റെ അടുത്ത ഒരു വെർഷൻ ആണ് എന്ന് വെച്ചാൽ ഏകദേശം അതേപോലെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനാണ് ഇത്തവണ ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം, ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാം. പോക്കോ F6 ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇന്ത്യസ് ഫസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8s Gen 3 പ്രോസറുമായിട്ടാണ്. എല്ലാം പറയാം. ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. പോക്കോ ബ്രാൻഡിങ്ങോട് കൂടിയ ചെറിയൊരു ബോക്സ്, അതിനകത്ത് കേസ്, ഡോക്യുമെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കേസ് ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത്, കണ്ടോ? ഓക്കെ, അതങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് പോക്കോ F6 5G. കൂടുതൽ പറയാം, അതിനു മുമ്പ് ബോക്സിൽ വേറെ 120 വാട്ടിന്റെ ചാർജറുണ്ട്, ഓപ്പൺ ചാർജിങ് കേബിളും വരുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. സോ ഇതാണ് പോക്കോ F6 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡിസൈൻ കാണാൻ അത്യാവശ്യം നല്ല ഡിസൈനാണ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ ഓരോ ഭാഗങ്ങളും. ഇതിൽ IP64 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 7.8 mm ആണ് തിക്നെസ് വരുന്നത്. വളരെ സ്ലിം ആയ ഡിവൈസ് ആണ്. പിന്നെ 179 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റും കംഫർട്ടബിളുമായ ഒരു കൂൾ ലുക്കിംഗ് ഡിവൈസ്. ഇനി ഇവന്റെ മെയിൻ ഘടകം പെർഫോമൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഇന്ത്യസ് ഫസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8s Gen 3 പ്രോസറുമായിട്ട് വരുന്ന ഫോണാണ്. അതായത് ഫ്ലാഗ്ഷിപ്പ് TSMC 4nm ചിപ്സെറ്റ് ആണെന്ന് സാരം. അതായത് 8 Gen 3 ഒക്കെ വരുന്ന അതേ ഒരു ലെവലിലുള്ള ആർക്കിടെക്ചറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രോസറാണ്. അതിന്റെയൊക്കെ ഒരു അതിൽ നിന്നൊക്കെ ഒരു ക്യൂറേറ്റഡ് ആയ ഒരു ചിപ്പ് എന്ന് പറയാം. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജും വരുന്നുണ്ട്. പിന്നെ പോക്കോയുടെ ഐസ് ലൂപ്പ് കൂളിംഗ് ടെക്നോളജിയും വരുന്നുണ്ട്. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ഒരു കൂളിംഗ് ടെക്നോളജിയാണ്. ഇതെല്ലാം കൂടി ചേർന്ന് ഇതിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ AnTuTu സ്കോർ ഒക്കെ ഓൾമോസ്റ്റ് ഒരു 1.5 മില്യൺ കിട്ടുന്ന ലെവലിലേക്ക് ഇതിന്റെ പെർഫോമൻസ് വരും. പിന്നെ ഗെയിമിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വൈൽഡ് ബൂസ്റ്റ് പോലുള്ള ഗെയിമിംഗ് ടെക്നോളജി, സൂപ്പർ റെസൊല്യൂഷൻ ടച്ച് പോലുള്ള കാര്യങ്ങൾ, പിന്നെ ഇന്റലിജന്റ് ഫ്രെയിം സ്റ്റെബിലൈസേഷൻ, ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ആൻഡ് സൗണ്ട് എഫക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗെയിമിംഗിന്റെ ഭാഗത്ത് ഒട്ടനവധി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും. സോ മൊത്തത്തിൽ അടിപൊളി പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ തരുന്നത്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇതിന്റെ പ്രൈസ് സെഗ്മെന്റിൽ എന്തായാലും ഇതിന് വേറെ കോമ്പറ്റീഷൻ ഒന്നും വരാൻ പോകുന്നില്ല. അടിപൊളിയാണ്. അവർ പറയുന്നത് 50,000 രൂപയുടെ റേഞ്ചിലുള്ള ഫോണുകളുമായിട്ട് വരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. എന്തായാലും ഇതിന്റെ പ്രൈസ് എന്തായാലും ആ ഒരു റേഞ്ചിൽ നല്ലൊരു ഡിവൈസ് ആയിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നാരോ ബെസൽസിക്കായ നല്ലൊരു ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 6.7 ഇഞ്ച് വരുന്ന 1.5K 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. HDR10 ഡോൾബി വിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ 2160 ഹെർട്സ് വരെ വരുന്നുണ്ട്. ഗ്ലോബൽ ബ്രൈറ്റ്നസ് ഒക്കെ 1200 നിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് നോക്കിയാൽ 2400 നിറ്റ്സ് വരെ വരുന്നുണ്ട്. വിസിബിലിറ്റിക്ക് ഒന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ PWM ഡിമ്മിംഗ്, ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ, TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, എല്ലാ ഘടകങ്ങളും ഡിസ്പ്ലേയുടെ ഭാഗത്തുണ്ട്. ഒരു ഇഷ്യൂ വിഷ്വൽ ക്വാളിറ്റിയിലോ കാര്യങ്ങളിലോ വരുന്നില്ല. കൂടുതൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. ഡോൾബി അറ്റ്മോസും ഹൈറസ് ഓഡിയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ സൗണ്ട് ക്വാളിറ്റിയും അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ മീഡിയ കൺസംപ്ഷൻ ഏരിയ ഒക്കെ അടിപൊളിയാണ്. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസന്റ് ക്വാളിറ്റി ക്യാമറയാണ്. ഇതിൽ വരുന്ന സെൻസറുകൾ 50 മെഗാപിക്സലിന്റെ സോണി OIS സെൻസറാണ്. സോണി സെൻസറുകൾ സുപ്പീരിയർ ആണ് മാർക്കറ്റിലെ, നമുക്ക് എല്ലാവർക്കും അറിയാമത്. പിന്നെ 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. 20 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. മെയിൻ ക്യാമറയിൽ നമുക്ക് 4K വരെ വീഡിയോ ഷൂട്ട് ചെയ്യാം. വീഡിയോ സാമ്പിളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. സെൽഫി ക്യാമറയുടെ വീഡിയോ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫുൾ HD ആണ്. ബട്ട് ഈ കാണുന്ന തരത്തിൽ ഡീസന്റ് ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും എന്നെ സംബന്ധിച്ച് പോക്കോ F6 കൊള്ളാവുന്ന ഫോട്ടോസും വീഡിയോസും ആണെന്നാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുക. ഇനി 1, 2, 3 എക്സ്ട്രാ ഫീച്ചർ കൂടി ഗാലറിയുടെ ഭാഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കാറിന്റെ നോർമൽ ഷേപ്പിലുള്ള ഒരു ഫോട്ടോ ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇതിന് നമുക്ക് എഡിറ്റ് കൊടുത്തിട്ട് 16:9 ആസ്പിറേഷനിലേക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് AI എക്സ്പാൻഷൻ ഒരു ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ അതിനെ ഷേപ്പ് മാറ്റി സ്റ്റൈലാക്കി ഫില്ല് ചെയ്തുകൊണ്ട് തരും. പിന്നെ നോർമൽ ഫോട്ടോസുകൾ അതിനെ നമുക്ക് പോർട്രേറ്റ് ഇമേജുകളാക്കി മാറ്റണമെങ്കിലും ജസ്റ്റ് ക്രിയേറ്റിൽ വന്നിട്ട് ബോക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോർട്രേറ്റ് ഇമേജായി മാറി. ഇതേപോലെ തന്നെ ഇതിനകത്ത് മാജിക് ഇറേസർ പ്രോ വരുന്നുണ്ട്. എഡിറ്റിൽ വന്നിട്ട് ഇതിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇറേസ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ ഈ ഇറേസ് പ്രോ കണ്ടോ, മുകളിൽ കാണാം ഇറേസ് പ്രോ. ഇതിനകത്ത് ഒബ്ജക്റ്റുകളൊക്കെ എന്തെങ്കിലും സീനിലുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് താനെ ഡിറ്റക്ട് ചെയ്യും. അതേപോലെ ഹ്യൂമൻസിനെ ഡിലീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ ഓട്ടോമാറ്റിക്കലി AI തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുള്ളതാണ് ഈ മാജിക് ഇറേസർ പ്രോയുടെ പ്രത്യേകത. സോ ഇങ്ങനെ ഒട്ടനവധി AI ഫീച്ചറുകളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിന്റെ ബാറ്ററി നോക്കിയാൽ 5000 mAhന്റെ ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 120 വാട്ടിന്റെ ചാർജർ തന്നെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 120 വാട്ടിന്റെ ചാർജർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പ് വരെ ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്. സോ ആ മേഖല ക്ലിയർ ആണ്. ഇനി ഇതിന്റെ OS നോക്കിയാൽ HyperOS Android 14 ബേസ്ഡ് ആണ്. 3 വർഷത്തെ Android അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും. പിന്നെ ഒരു കാര്യം MIUI ഡയലർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കോൾ റെക്കോർഡിംഗ് ഒക്കെ എനേബിൾ ചെയ്ത് വെച്ച് റെക്കോർഡ് ചെയ്യാം കേട്ടോ, മറ്റേ അനൗൺസ്മെന്റ് ഇല്ലാതെ. പിന്നെ അത് കൂടാതെ NFC ഉണ്ട്, 5G 10-15 5G ബാൻഡുകൾ വരുന്നുണ്ട്. പിന്നെ DSDA ഡുവൽ സിം ഡുവൽ ആക്റ്റീവ്, പിന്നെ എലവേറ്റർ മോഡ്, Wi-Fi 6, ബ്ലൂടൂത്ത് 5.4 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡീസന്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ 2 കളറിലാണ് വരുന്നത്, ടൈറ്റാനിയവും ബ്ലാക്കും. എന്റെ കയ്യിലിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഈ ടൈറ്റാനിയം എന്ന് ഉദ്ദേശിക്കുന്ന കളർ. ഇനി ഇതിന്റെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ 3 മോഡലാണ് വരുന്നത്. അതിന്റെ പ്രൈസും കാരണം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫർ പ്രൈസ് 25,999 രൂപയാണ്. ആ വിലയ്ക്കൊക്കെ എന്തായാലും ഇത് കിടിലൻ സംഗതിയാണ്.
അത് ഓഫർ പ്രൈസ് ആണ്. യഥാർത്ഥ പ്രൈസും അതിന്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് സംഗതി ഇഷ്ടപ്പെട്ടുവെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. സോ മൊത്തത്തിൽ പോക്കോ F6 കുറിച്ചുള്ള എന്റെ അഭിപ്രായം ഇങ്ങനെ തന്നെയാണ്. ഈ പ്രൈസിന് കൊള്ളാം, അടിപൊളി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.